ദൈവം നമുക്കായി വർഷങ്ങളും കാലങ്ങളും ദിവസങ്ങളും സമയങ്ങളും അവസരങ്ങളും ഒക്കെ തരുന്നത് നമ്മൾ നന്നാവും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ്. കാരണം ദൈവം ഒരിക്കലും നമ്മുടെ താഴ്ച ആഗ്രഹിക്കുന്നില്ല, വീഴ്ചയും ആഗ്രഹിക്കുന്നില്ല. ഉയർച്ചയും നന്മയും വളർച്ചയും രക്ഷയും മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഒരു മനുഷ്യനും നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. പക്ഷെ നശിക്കാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളോ സാഹചര്യങ്ങളോ സമയങ്ങളോ തന്നിട്ട് അവ ഉപയോഗിക്കാതെ അവൻ സ്വയം തീരുമാനിച്ച് നശിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിന് ദൈവത്തെ പഴി പറയാൻ പാടില്ല. ഒരു മനുഷ്യൻ പുതുതാവാൻ വേണ്ടിയിട്ട് പുതിയ അവസരവും ഒക്കെ തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയവും സാഹചര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് നല്ലൊരു മനുഷ്യനായി തീരാൻ നാം പരിശ്രമിക്കുക എന്നുള്ളതാണ്. നാം ഒരു നല്ല മനുഷ്യരായി തീരുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറും. തിരിച്ചു ചിന്തിച്ചാൽ നമ്മളുടെ ഒട്ടേറെ പ്രശ്നങ്ങളുടെ കാരണം നാം ഒരു നല്ല മനുഷ്യർ അല്ല എന്നുള്ളതുകൊണ്ടാണ്. ഒരു നല്ല മനുഷ്യരാവാനായിട്ടുള്ള സഹായങ്ങളാണ് നമ്മുടെ ചിന്തകളും നമ്മുടെ വിദ്യാഭ്യാസവും നമ്മൾ കേൾക്കുന്ന ഉപദേശങ്ങളും നമുക്ക് ലഭിക്കുന്ന ആത്മീയമായിട്ടുള്ള സഹായങ്ങളും എല്ലാം. ആത്മീയമായിട്ട് നമ്മെ ദൈവം നന്നാവാൻ ആഗ്രഹിക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കി തന്നിട്ടുള്ളത് തന്നെ മനസ്സ് നന്നാവാൻ വേണ്ടിയിട്ടാണ്. മനസ്സ് നന്നായില്ല എന്നുള്ളതിൻ്റെ 3-4 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. ഈ അടുത്തിടയ്ക്ക് ഞാൻ വായിച്ച ഒരു നിരീക്ഷണം ഇതായിരുന്നു, ഒരു പ്രസ്താവന അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷണൽ കോട്ട്. നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങളോ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളോ വിലപിടിപ്പുള്ള ആഭരണങ്ങളോ വസിക്കുന്ന വിലപിടിപ്പുള്ള വസതിയോ ഉപയോഗിക്കുന്ന വിലപിടിപ്പുള്ള വാഹനമോ എന്തും മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യും. പക്ഷെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്നത് നമ്മുടെ വാല്യൂസാണ്. ഇപ്പോൾ വാല്യൂബിൾസ് എന്ന് പറയുന്ന സമ്പത്തിനോ ആഡംബരങ്ങൾക്കോ ഒക്കെ മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷെ അവരെ ഇൻസ്പയർ ചെയ്യുന്നത് നാം നിലകൊള്ളുന്ന നമ്മിലുള്ള മൂല്യങ്ങളാണ്, നമ്മളുള്ള നന്മയാണ്. ഈ മൂല്യങ്ങൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മളുള്ള നന്മ എന്ന് തന്നെയാണ്. മറ്റുള്ളവർക്ക് ഒരു നന്മയ്ക്കോ പ്രചോദനത്തിനോ കാരണമാകാൻ തക്കവണ്ണം നമ്മിലുള്ള നന്മയെ മൂല്യങ്ങൾ എന്ന് പറയാം. എന്തിനെ അട്രാക്റ്റീവ് ആക്കുന്നു അതിനുള്ള മൂല്യം എന്ന് പറയും. അപ്പം മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാൻ തക്കവണ്ണം എന്ത് മൂല്യമാണ് നമ്മിലുള്ളത് എന്ന് തിരിച്ചറിയാനുള്ള 1-2 കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പോയിട്ടുണ്ട്. നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർ എന്തുമാത്രം ആഗ്രഹിക്കുന്നു, നമ്മുടെ സാന്നിധ്യം മറ്റുള്ളവർക്ക് അനുഗ്രഹമാകാൻ തക്കവണ്ണം അവർ നമ്മെ ഒരു അനുഗ്രഹമായി കരുതുന്നുണ്ട്. മറ്റുള്ളവർക്ക് നമ്മൾ കൂടെ ഇരിക്കണമെന്നും നമ്മുടെ പിന്നാലെ വരണമെന്നും നമ്മളെ അനുഗമിക്കണമെന്നും തക്കവണ്ണമുള്ള ഒരു ചിന്ത, ഒരാഗ്രഹം മറ്റുള്ളവരുടെ മനസ്സിൽ ഉദിപ്പിക്കുവാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. വലിയ വലിയ കാര്യങ്ങൾ ചിന്തിച്ചു കഴിയുമ്പോഴാണ് നമുക്ക് നമ്മുടെ തത്വത്തിൽ നിൽക്കും. പക്ഷേ ഇൻ പ്രാക്ടീസ്, ജീവിതത്തിൽ നാം മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹമാണോ, മറ്റുള്ളവർക്ക് ഒരു ആശ്വാസമാണോ, അതോ നാം മറ്റുള്ളവർക്ക് ഒരു അസ്വസ്ഥതയാണോ, മറ്റുള്ളവർക്ക് ഒരു സങ്കടത്തിനോ സംഘർഷത്തിനോ കാരണമാകും? ഇതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ മനസ്സിലാവും ജീവിതത്തിൽ നാം ആണെന്നോ നമുക്കുണ്ടെന്നോ ധരിക്കുന്ന വാല്യൂബിൾസിന് മറ്റുള്ളവർ ഇംപ്രസ് ചെയ്യാനേ കഴിയുള്ളൂ. ഇംപ്രസ് ചെയ്യുന്നവ താൽക്കാലികമായിരിക്കും. നേരെ മറിച്ച് മറ്റുള്ളവരെ പ്രചോദിപ്പിക്കാൻ തക്കവണ്ണം നാം ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ മാറുമ്പോൾ നമ്മുടെ മൂല്യങ്ങൾ, വാല്യൂസ് അവർക്ക് ജീവിതത്തിൽ ഉയരാൻ സഹായകമാകും. അത് താൽക്കാലികമല്ല, അത് ശാശ്വതമാണ്. വിൽ എവർ ബി റിമെമ്പേർഡ് ആസ് എൻ ഇൻസ്പിറേഷണൽ പേഴ്സൺ and not as our attention would be to live as an impressive person. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ, ഒരു ഇൻസ്പിറേഷണൽ പേഴ്സൺ ആവാനായിട്ട്. നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു.